ഹായ് ഫ്രണ്ട്സ്, സാബ്മിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. മാർച്ച് മാസം 25-ാം തീയതി മുതൽ മാർച്ച് മാസം 31-ാം തീയതി വരെ റിലീസ് ചെയ്തിരിക്കുന്ന OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്ന് മാർച്ച് മാസം 31-ാം തീയതിയാണ്. ഇന്ന് വരെ റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതുകൂടാതെ ഇപ്പോൾ തിയേറ്ററിൽ നല്ല രീതിയിൽ കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് പ്രേമലു എന്ന സിനിമ. ഈ സിനിമയുടെ OTT അപ്ഡേറ്റും ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ പ്രേമലു എന്ന സിനിമയുടെ അപ്ഡേറ്റ് നോക്കാം. പ്രേമലു എന്ന സിനിമ സത്യം പറയുകയാണെങ്കിൽ ഏപ്രിൽ മാസം, അതായത് ഈ പെരുന്നാൾ വിഷു സ്പെഷ്യലായിട്ട് OTT റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റുകളായിരുന്നു ഇതിനു മുമ്പേ തന്നെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ഏപ്രിൽ മാസം 12-ാം തീയതി, 5-ാം തീയതി ഏപ്രിൽ മാസം 12-ാം തീയതി വരുന്നുള്ള അപ്ഡേറ്റുകളായിരുന്നു വന്നിരുന്നത്. ഏപ്രിൽ മാസം 12-ാം തീയതി ഈ സിനിമ ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ടായിരിക്കും ഏപ്രിൽ മാസം 12-ാം തീയതി പെരുന്നാൾ സ്പെഷ്യലായിട്ട് ഈ ഒരു സിനിമ ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം മാത്രമേ മഞ്ഞുമൽ ബോയ്സ് റിലീസ് ചെയ്യുള്ളൂ. ഡിസ്നി+ ഹോട്ട്സ്റ്റാർ തന്നെയാണ് മഞ്ഞുമൽ ബോയ്സും റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. മഞ്ഞുമൽ ബോയ്സ് എന്തായാലും പ്രേമലു റിലീസ് ചെയ്ത ഒരു 2 ആഴ്ചകൾക്ക് ശേഷം മാത്രമേ പ്രേമലു ഡിസ്നി+ ഹോട്ട്സ്റ്റാർ റിലീസ് ചെയ്യൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏപ്രിൽ മാസം ലാസ്റ്റ് വീക്ക് നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ റിലീസ്. ഓക്കെ, അപ്പോൾ നമുക്ക് മാർച്ച് മാസം 25-ാം തീയതി മുതൽ 31-ാം തീയതി വരെ, അതായത് കഴിഞ്ഞ ആഴ്ച ഇന്ന് വരെ റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെ നോക്കാം. അതിലൊന്നാമത്തത് ഒരു തമിഴ് സിനിമയാണ്. ശരിക്കും അറിയാതെ കഴിഞ്ഞ ആഴ്ച ഏകദേശം 25ഓളം റിലീസുകളാണ് ഉണ്ടായിട്ടുള്ളത്. OTT റിലീസ് പെരുമഴ തന്നെയായിരുന്നു. പക്ഷെ മലയാള സിനിമകൾ കുറവാണെന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെയാ നോക്കാം. ഒന്നാമത്തത് തമിഴ് സിനിമയാണ്. ലവർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. മണികണ്ഠൻ പ്രധാന വേഷം കൈകാര്യം റൊമാൻറ്റിക് മൂവിയായിരുന്നു. ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സിനിമ തമിഴ് ഭാഷ കൂടാതെ മലയാളം, തെലുങ്ക്, കന്നഡ ഭാഷകളായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഞാൻ കണ്ടിട്ടില്ല ഈ സിനിമ. എന്നാൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നിൽ റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അടുത്തൊരു തെലുങ്ക് മൂവിയാണ്. തെലുങ്ക് ആക്ഷൻ മൂവിയാണ്. ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. റാം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. റാപ്പിഡ് ആക്ഷൻ മിഷൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത മലയാളത്തിലുള്ള സിനിമയാണ്. ഒരു റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് റാഹേൽ മകൻ കോര എന്ന സിനിമ. സൈനാപ്പിൾ OTT പ്ലാറ്റ്ഫോമിൽ, അതുപോലെ തന്നെ മനോരമ മാക്സിലായിട്ടാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. മലയാളം ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തത് ഒരു തമിഴ് സിനിമയാണ്. ജോഷുവ ഇമൈപോൽ കാക്ക എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ആക്ഷൻ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് സിനിമയാണ്. ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ തമിഴ് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തത് ഒരു കന്നഡ മൂവിയാണ്. ഭാവന പ്രധാന വേഷം കൈകാര്യം സിനിമയായിരുന്നു. കേസ് ഓഫ് കൊണ്ടാന എന്ന സിനിമ. ഈ ഒരു സിനിമ കന്നഡ ഭാഷ കൂടാതെ മലയാളം ഭാഷയിലും റിലീസ് ചെയ്തിട്ടുണ്ട്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. കന്നഡ മലയാളം ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് മലയാളത്തിലുള്ള ഒരു ഡ്രാമ സസ്പെൻസ് വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. മൂന്നാം ഘട്ടം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഓവർസീസിലാണ്, ഇന്ത്യക്ക് പുറത്താണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു ഇംഗ്ലീഷ് ഹൊറർ മൂവിയാണ്. ഇമാജിനറി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ ഈ ഒരു സിനിമ ഡീറ്റെയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു തമിഴ് ആന്തോളജി മൂവിയാണ്. 4 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ തമിഴ് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യക്ക് പുറത്താണ്, ഓവർസീസിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു തെലുങ്ക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. സുന്ദരം മാസ്റ്റർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക് ഭാഷയിൽ ആഹാ തെലുങ്ക് വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. തെലുങ്ക് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തത് തമിഴ് നിന്നുള്ളൊരു സിനിമയാണ്. ബർത്ത് മാർക്ക് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ആഹാ തമിഴ് വഴി ഈ സിനിമ തമിഴ് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഹാച്ചിങ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസ് വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഹേർട്ട് ഓഫ് ദ ഹണ്ടർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു സീരീസ് ആണ്. ഒരു മിസ്റ്ററി ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസ് ആണ്. ഇൻസ്പെക്ടർ ഋഷി എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. തമിഴ് സീരീസ് ആണ്. തമിഴ് ഭാഷ കൂടാതെ തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ ഇപ്പോൾ ഈ സീരീസ് റിലീസ് ചെയ്തിട്ടുണ്ട്. 10 എപ്പിസോഡുകൾ അടങ്ങുന്ന സീരീസ് ആണ്. ഇതായാലും കണ്ടിട്ട് നിങ്ങൾക്ക് മുന്നിൽ റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അടുത്തൊരു ഹിന്ദി മൂവിയാണ്. രവീന്ദ്രനാഥിന്റെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. പാട്ന ശുക്ല എന്ന സിനിമ. ഈ സിനിമ ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആണ്. അടുത്തത് ഒരു ഫ്രഞ്ച് മൂവിയാണ്. ദ വേജസ് ഓഫ് ഫിയർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഫ്രഞ്ച് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളായിട്ട് ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സ് വഴിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത സിനിമ എന്ന് പറയുന്നത്
ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സ്പാനിഷ് മൂവിയാണ്. ദ സെറ്റ്ലേഴ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സ്പാനിഷ് ഭാഷ കൂടാതെ ഇംഗ്ലീഷ് ഭാഷയിൽ ഈ ഒരു സിനിമ മുബി OTT പ്ലാറ്റ്ഫോം വഴിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഹിറ്റ് ദ സെക്കൻഡ് കേസ് എന്ന ഒരു തെലുങ്ക് മൂവിയുടെ തമിഴ് ഡബ്ഡ് വേർഷനാണ്. പലരും കാത്തിരുന്ന ഒരു സിനിമയായിരുന്നു. ഈ സിനിമയുടെ തമിഴ് ഡബ്ഡ് വേർഷൻ ഇപ്പോൾ മുതൽ പിന്നെ റിലീസ് ചെയ്തിട്ടുണ്ട്, റിലീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു തമിഴ് സിനിമയാണ്. പിന്നെ നമ്മുടെ കാളിദാസ് ജയറാം അതുപോലെ തന്നെ അർജുൻ ദാസ് ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ആക്ഷൻ ത്രില്ലർ ഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് പോർ എന്ന് പറയുന്ന സിനിമ. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ തമിഴ് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു തെലുങ്ക് മൂവിയാണ്. ഹൻസിക പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു തെലുങ്ക് മൂവിയാണ്. 105 മിനിറ്റ്സ് ആണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. അനാട്ടമി ഓഫ് എ ഫാൾ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, ഹിന്ദി, കന്നഡ ഭാഷകളായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഒരു തെലുങ്ക് മൂവിയാണ്. ഡബിൾ എൻജിൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴി ഈ സിനിമ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി മൂവിയാണ്. വോബി ദിൻദെ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. C5 വഴിയാണ് ഈ സിനിമ ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ്. മാർവൽ സൂപ്പർ ഹീറോ മൂവിയാണ്. മാഡം വെബ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ആമസോൺ പ്രൈമിൽ ഈ സിനിമ ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, ഹിന്ദി ഭാഷകളായിട്ട് 2 ഓപ്ഷനിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു ഹിന്ദി മൂവിയാണ്. ബദായ് ഹോ ബേട്ടി ഹുവാ ഹെ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. C5 ഈ സിനിമ ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ്, ഇത്ര റിലീസുകളാണ് കഴിഞ്ഞ ആഴ്ച 25-ാം തീയതി മുതൽ 31-ാം തീയതി വരെ, അതായത് ഇന്ന് വരെ റിലീസ് ചെയ്തതായിട്ടുള്ളത്. അപ്പോൾ ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ കണ്ടത്, ഏതൊക്കെ സീരീസുകളാണ് നിങ്ങൾ കണ്ടത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഏകദേശം 25ഓളം റിലീസുകളാണ് കഴിഞ്ഞ ഒരാഴ്ച റിലീസ് ചെയ്തിട്ടുള്ളത്. തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ, പിന്നെ ഇംഗ്ലീഷ് ഭാഷകളായിട്ട് 25ഓളം റിലീസുകളാണുള്ളത്. ഇതിലേതൊക്കെ കണ്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ ഒരു 3 സിനിമകളുടെ ഒരു റിവ്യൂ ഒറ്റ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.